PMC വിഷയവുമായി ബന്ധപ്പെട്ട് KSU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ച് പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടഞ്ഞു. ഇപ്പോൾ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നു. KSU മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, KSU മാർച്ച് വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, ഈ KSU മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. ഏതാണ്ട് അരമണിക്കൂറുകളായി പോലീസും KSU പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പോലീസ് ബാരിക്കേഡിന് അപ്പുറത്താണ്. കുറേ സമയമായി ജലപീരങ്കി പലതവണ പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായ കല്ലേറ് പോലീസിന് നേരെ ഉണ്ടായി. ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ പക്ഷേ പ്രവർത്തകർക്ക് കഴിയിട്ടില്ല. വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് തൊട്ട് മുന്നിലാണ് ഈ പ്രതിഷേധം. ഏതാനും മീറ്ററുകൾ മാത്രം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കുള്ളത്. ചില പ്രവർത്തകർക്ക് ഇതിനകം പരിക്കേറ്റു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ശക്തമായ ലാത്തിച്ചാർജാണ് ഇതുവരെ ഉണ്ടായത്. പോലീസ് രൂക്ഷമായ കല്ലേറുമുണ്ടായി. ഇപ്പോൾ ഒരു യൂണിറ്റ് കൂടി ജലപീരങ്കി വരുൺ ഒരു യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. തൊട്ടടുത്ത സ്കൂൾ കായികം നടക്കുകയാണ്. അവിടെയുള്ള കുട്ടികളും ഈ കാഴ്ചക്കാരായി എത്തുന്നുണ്ട്. അപ്പോൾ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷേ പോലീസിന്റെ അടുത്തേക്ക് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്താൻ ഇതുവരെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യറിന്റെ നേതൃത്വത്തിലാണ് ശക്തമായ സമരം തുടരുന്നത്. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് പോലീസിനടുത്തേക്ക് എത്താൻ ആയിട്ടില്ല. സംഗി കുട്ടി ശിവൻകുട്ടി എന്ന പ്ലക്കാർഡുകളുമായി ബാനറുകളുമായി മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകരുടെ പ്രതിഷേധമുള്ളത്. ഇത്തരത്തിൽ ശക്തമായ സമരം ഇനിയും തുടരുമെന്ന് KSU പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സമരം തുടരുന്നത്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. CPM-ന്റെ ചുവന്ന കൊടിയും BJP-യുടെ കാവി കൊടിയും ചേർത്ത് കെട്ടിയുള്ള പരിഹാസവുമുണ്ട്. CPM-നും സർക്കാരും മുഖ്യമന്ത്രിക്കുമെതിരെ. CPM-നും സർക്കാരും മുഖ്യമന്ത്രിക്കുമെതിരെ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് CPM BJP കൂട്ടുകെട്ടാണ് ഈ കരാറിന് പിന്നിലെന്ന ആരോപണവും ആക്ഷേപവുമായി ഇപ്പോൾ KSU-വിന്റെ ശക്തമായ സമരം പുരോഗമിക്കുന്നത്. തൊട്ടപ്പുറത്ത് ദൃശ്യങ്ങളുണ്ടെന്ന് കരുതുന്നു. ഈ കായികമേള പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയമാണ്. അവിടെ നിന്നുള്ള കുട്ടികൾ, ഈ കായികമേളയിൽ പങ്കെടുക്കാത്ത കുട്ടികളടക്കം ഇവിടെ ഈ സമരം കാഴ്ചക്കാരായി എത്തിയിട്ടുണ്ട്. അപകടകരമായ ഒരു സ്ഥിതി കൂടിയാണ്. കാരണം തൊട്ടടുത്താണ് ഈ സംഘർഷം നടക്കുന്നത്. അവിടെ നിന്ന് തന്നെ പ്രവർത്തകർ കല്ലെടുത്ത് പോലീസുകാരെ എറിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് തന്നെ പോലീസ് ജലപീരങ്കിയും വരുന്നുണ്ട്. കുട്ടികൾ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നുമുണ്ട്. ഏതായാലും സംഘർഷം തുടരുന്നു, പ്രതിഷേധം തുടരുന്നു. ഒരു കാരണവശാലും പിന്തിരിഞ്ഞു പോകില്ല നിലപാടിലാണ് KSU പ്രവർത്തകരുള്ളത്. എല്ലാ പ്രവർത്തകരും കൂടുതൽ സംഘടിച്ച് ഇവിടേക്ക് എത്തുകയാണ്. വനിതാ പ്രവർത്തകർ അടക്കമുണ്ട്. പിന്തിരിഞ്ഞു പോയ പ്രവർത്തകരെ കൂടി നേതാക്കൾ ഇടപെട്ടപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റുവന്നതിന്റെ സൂചനകളും പെൺകുട്ടികൾക്കടക്കം പരിക്കേറ്റതിന്റെ സൂചനകളുമുണ്ട്. മുറിവേറ്റു പെൺകുട്ടികളെ അടക്കം ആശുപത്രിയിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസിന്റെ എങ്ങനെ പരിക്ക് പറ്റിയെന്ന കാര്യമാണ് വ്യക്തമല്ലാത്തത്. ആ കുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ പരിക്ക് പറ്റിയത്? ബാരിക്കേഡിന്റെ അവിടുന്ന് പിന്മാറിയ ശേഷം മാറിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഇരിക്കുന്ന പെൺകുട്ടികളുടെ പുറത്തേക്കാണ് ഡയറക്റ്റ് അത്രയും പോലീസിന് പുറത്തേക്ക് അടിച്ചിട്ട് കരിവാളിച്ച് കിടക്കാണ്. ബാരിക്കേഡിന്റെ അവിടുന്ന് പിന്മാറി പിൻവാങ്ങി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവിടേക്കും ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുതുകിലൊരു പരിക്കേറ്റിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ശക്തമായ കല്ലേറ് പോലീസിനെതിരെ വീണ്ടും തുടരുകയാണ്. പ്രവർത്തകർ നേതൃത്വം വിലക്കുന്നുവെങ്കിലും പ്രവർത്തകർ വിഭാഗത്തിൽ ശക്തമായ കല്ലേറ് പോലീസിനെതിരെ. ജലപീരങ്കിക്ക് നേരെയാണ് ഈ കല്ലേറ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. പോലീസ് പല റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പിന്മാറാതെ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പ്രവർത്തകർ കടക്കാനായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് ജലപീരങ്കി അല്ലാതെ
മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുമില്ല. ഈ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമോ അരുൺ? കാരണം നിലവിൽ പോലീസിനെ പല രീതിയിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് KSU പ്രവർത്തകർ. പോലീസ് ഇതിൽ അത്ര നടപടിയിലേക്ക് കടക്കാൻ രണ്ട് കാര്യങ്ങളാണ് അപകടകരമായി ഉള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കായികമേളയുടെ പ്രധാന വേദിയാണ്. ദൃശ്യങ്ങൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ആ ദൃശ്യങ്ങൾ വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ കായികമേളയിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ഈ സമരത്തിന് തൊട്ടടുത്ത കുട്ടികൾ നിൽക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. ഇതിന് നേരെ എതിർവശത്താണ് മന്ത്രിമാർ. ഈ ബാരിക്കേഡ് ഉള്ളതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറം മാത്രമാണ് മന്ത്രിമാരുടെ ഓഫീസുകളുള്ളത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ അടക്കം ഓഫീസുകളുള്ളത് അവിടെയാണ്. ഈ കുട്ടികളൊക്കെ ഇവിടെ കാഴ്ചക്കാരായി ഇപ്പോൾ നിൽക്കുന്നുമുണ്ട്. എവിടുന്ന് വരും നിങ്ങള്? അടി അടക്കുന്ന കണ്ടില്ലേ? ജലബിയെങ്കിൽ വരില്ലേ? ദേഹത്ത് പറ്റിയ പേടിയില്ലേ? പട്ടി പിന്നെ വരെയൊക്കെ അവിടെ പോയി കളിച്ചൂടെ? കണ്ടിട്ടേ പോകണം. ഇതൊക്കെ വീട്ടുകാർ കാണുന്നുണ്ട്. എന്തിനാണ് മാർച്ച് നടക്കുന്നത് അറിയാമോ? എന്തിനാണ്? അതൊന്നുമല്ല. ഏതായാലും അവർ കായികമേളയിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളാണ്. അവർ പക്ഷെ ഇപ്പോഴും അവരുടെ ദേഹത്തൊക്കെ ജലബിലേക്ക് അടിച്ചു എന്ന് പറയുന്നെങ്കിലും പിന്തിരിഞ്ഞു പോകാതെ വളരെ ചെറിയ കുട്ടികളടക്കം ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് ഇവിടെ ഈ പ്രതിഷേധവും അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് KSU പ്രവർത്തകർ. പിന്തിരിഞ്ഞു പോയ പ്രവർത്തകർ വീണ്ടും എത്തി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ പോലീസും ഇവിടേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെ കസ്റ്റഡി നീക്കാൻ വേണ്ടിയാകണം ഇവിടേക്ക് അവർ വരുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്താതെ പ്രവർത്തകരെ പോലീസിന് കസ്റ്റഡി എടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഒന്നുകിൽ പോലീസ് ഇപ്പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ഇവർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകണം. രണ്ടും ഇപ്പോൾ സംഭവിക്കുന്നില്ല. പകരം ഈ ബാരിക്കേഡ് അപ്പുറവും ഇപ്പുറവുമായി നിന്നുള്ള ശക്തമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലാത്തിചാർജിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ രൂക്ഷമായ കല്ലേറുണ്ട്. മറുഭാഗത്ത് പോലീസ് ജലബിയിലേക്ക് പ്രയോഗിച്ചാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അരുൺ, എന്താണ് പ്രവർത്തകരുടെ ഒരു ആവശ്യം? എന്താണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണോ KSUവിന് തീരുമാനം? PMC പദ്ധതിയിലെ കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട CPM BJP ധാരണ എന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനമായ ആക്ഷേപം. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധം തുടരുമെന്ന് തന്നെ അവർ പറയുന്നു. പിന്തിരിഞ്ഞു പോകുന്ന ഒരു ലക്ഷണങ്ങളും ഇതുവരെയും പ്രവർത്തകർ കാണിക്കുന്നില്ല. പ്രവർത്തകർ കാണിക്കുന്നില്ല. പിന്തിരിഞ്ഞു പോയവർ കൂടി ഇപ്പോൾ വീണ്ടും സംഘടിച്ച് ഇവിടേക്ക് എത്തി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗവുമാണ്. വീണ്ടും നേതാക്കൾ പ്രവർത്തകരെ ഇതിന് സമീപത്തേക്ക്, ബാരിക്കേഡ് സമീപത്തേക്ക് വീണ്ടും വിളിക്കുകയാണ്. ഏത് തരത്തിലുള്ള ഒരു സമരം അവസാനിപ്പിക്കുന്ന സൂചനകളാണോ എന്ന് വ്യക്തമാവുന്നില്ല. ഏതായാലും നേതൃത്വം ഇവിടെ ഇപ്പോൾ നേതാക്കൾ സംസാരിക്കുകയാണ്. KSUവിന്റെ ജില്ലാ അധ്യക്ഷ അടക്കമുള്ള നേതാക്കൾ ഇവിടെ പ്രവർത്തകരെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുകയാണ്. സമരം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകൾ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കരുതാം. ഏതായാലും എന്താണ് അവരുടെ അടുത്ത പദ്ധതി എന്ന് ഇതുവരെ വ്യക്തമാണ്. BB അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് KSU സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. KSU മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുമുണ്ടായി.